TCS അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇപ്പോൾ ചില ഹിന്ദുത്വ ഹാൻഡ്ലറുകളുടെ അഭിപ്രായത്തിൽ ടാറ്റ കൺവേർഷൻ സർവീസ് അവരുടെ നാസിക്കിൽ മഹാരാഷ്ട്രയിലെ നാസിക് ശാഖയിൽ നടന്ന ചില കോലാഹലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലവ് ജിഹാദ് കോലാഹലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ. ലവ് ജിഹാദ് കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് ചിലപ്പോൾ ഒക്കെ വരിക. കാരണം ഒരിക്കലും യോജിക്കാത്ത രണ്ട് പദങ്ങളായിക്കൊണ്ട് അവ തോന്നുന്നത്. ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിന്റെ ഭാവനയുള്ള ചില പൈങ്കിളി എഴുത്തുകാർ, പ്രത്യേകിച്ച് മലയാളത്തിലെ പൈങ്കിളി എഴുത്തുകാരാണ് ഈ പദം 2008, 2009 കാലഘട്ടത്തിൽ പ്രചാരത്തിൽ ആക്കിയത്. സാധാരണ മുസ്ലിം കുട്ടികൾ മദ്രസയിലൊക്കെ പഠിക്കുന്നത്, ഞാനൊക്കെ മദ്രസയിൽ പഠിച്ചത് എന്താണ്, അവർ അന്യ സ്ത്രീയായിട്ട് സംസാരിക്കാൻ പോലും പാടില്ല, അനുരാഗത്തിലാക്കാകുന്ന അതിനുശേഷമല്ലേ. അങ്ങനെ അന്യ സ്ത്രീകളെ മുസ്ലിം ചെറുപ്പക്കാർ വശീകരിച്ച് പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചിലതൊക്കെ ഒരു ഉദ്യമം വളരെ ആസൂത്രിതമായി കേരളത്തിൽ, ഇന്ത്യയിൽ നടക്കുന്നു എന്നാണ് ലവ് ജിഹാദിനെ സംബന്ധിച്ച കോൺട്രവേഴ്സി. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ VHP നേതാവായിരുന്ന അലോക് കുമാർ പറഞ്ഞത്, ഇന്ത്യയുടെ ഡെമോഗ്രഫിക് കോമ്പോസിഷൻ അഥവാ ജനസംഖ്യ അനുപാതം മാറ്റാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ലവ് ജിഹാദ് എന്ന്. അത് കേരളത്തിലെ ക്രിസ്ത്യാനികളാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്ന് പറയുന്നത്. ഒരു അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ ചെറിയൊരു ശരിയുണ്ട്. കേരളത്തിൽ അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് മനോരമയല്ലെങ്കിലും, മലയാള മനോരമ പത്രം അല്ലെങ്കിലും, അത് ആദ്യമായി കഥ കൊണ്ടുവന്നത് ഒരു കേരള കൗമുദിയായിരുന്നു. പിന്നീട് അത് സ്വന്തം കഥ എന്ന നിലക്ക് മലയാള മനോരമ പ്രസിദ്ധീകരിക്കും. അതിന് അവരുടെ സ്ഥിരം പതിവ് പോലെ വേണ്ടത്ര പൊടിപ്പും തൊങ്ങലും ഒക്കെ നൽകി വളരെ മെലോ ഡ്രാമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ ഒരു മെലോ ഡ്രാമ തന്നെയാണ് ഇപ്പോൾ നാസിക്കിലും സംഭവിച്ചത്. അവിടെ TCSൽ ജോലി ചെയ്യുകയായിരുന്ന ഏതാനും ഹിന്ദു ചെറുപ്പക്കാരെ മുസ്ലിം ചെറുപ്പക്കാർ വശീകരിച്ചു, മതം മാറ്റാൻ നോക്കി. അങ്ങനെ മതം മാറ്റുന്നതിൻ്റെ ആ 11th അവറിൽ പോയി പോലീസും മറ്റുള്ളവരും ഒക്കെ അവരെ രക്ഷിച്ചു. ആ കുറ്റവാളികളായ മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം ഉദ്യോഗസ്ഥരെ മുഖമൊക്കെ മൂടിക്കൊണ്ട് സാധാരണ ഭീകരർ പിടിക്കുന്ന പോലെ തന്നെ പിടിക്കുന്ന ഒരു നാടകമാണ് അവിടെ അരങ്ങേറിയത്. അതിനുശേഷം അതിന് ചില ട്വിസ്റ്റുകൾ ഉണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ പറയാം. യഥാർത്ഥത്തിൽ പക്ഷേ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്, ഹിന്ദു ചെറുപ്പക്കാരെ, ഹിന്ദു യുവാക്കളെ അപമാനിക്കുന്ന ഒരു കോൺസ്പിറസിയാണ് ഈ ലവ് ജിഹാദ്. കാരണം എന്താ, ഹിന്ദു ചെറുപ്പക്കാരെ അപേക്ഷിച്ച് മുസ്ലിം ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് സൗന്ദര്യമോ പ്രത്യേകിച്ച് സാമർഥ്യമോ പ്രത്യേകിച്ച് സാമ്പത്തികമായ കഴിവുകളോ മറ്റൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ആ ഹിന്ദു ചെറുപ്പക്കാരൊക്കെ ഒഴിവാക്കി മുസ്ലിം ചെറുപ്പക്കാരെ കാണുമ്പോഴേക്ക് കാന്തം വലിക്കുന്നത് പോലെ, എന്തൊരു കാന്തിക ശക്തിയാലെന്ന പോലെ ഹിന്ദു യുവതികൾ വശീകൃതരാകുന്നു, പ്രലോഭിതരാകുന്നു, അവർ അനുരാഗത്തിലാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു അപസർപ്പകതക്കപ്പുറം എനിക്ക് തോന്നുന്നത് ഹിന്ദു ചെറുപ്പക്കാരെ അപമാനിക്കുന്ന എന്തോന്നതിലുണ്ടെന്നാണ്. പ്രത്യേകിച്ച് UPയിലെ ആചാര്യ ഗിരിരാജ് കിഷോർ 2013 മുസഫർപൂർ കലാപം നടന്നപ്പോൾ ആ കലാപത്തിന് പിന്നിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു ലവ് ജിഹാദ് കഥ, കെട്ടിച്ചമച്ച ഒരു ലവ് ജിഹാദ് കഥയായിരുന്നു. അദ്ദേഹം പറഞ്ഞ, ആചാര്യ ഗിരിരാജ് കിഷോർ പറഞ്ഞൊരു കാര്യം ബീങ് ദ അതർ എന്ന പുസ്തകത്തിൽ സെയ്ദ് നഖ്വി ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ പറഞ്ഞാൽ, ഗിരിരാജ് കിഷോർ പറയുന്നത് മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം കുട്ടികളെല്ലാവരും തന്നെ സർക്കംസൈസ് അഥവാ ചേലാകർമ്മം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഹിന്ദു സ്ത്രീകൾക്ക് കൂടുതൽ ആഹ്ലാദം നൽകുന്നു. ഈ ആഹ്ലാദത്താൽ നമ്മുടെ ചെറുപ്പക്കാരികൾ എളുപ്പം പ്രലോഭിതരാകുന്നു, അവർ വശീകൃതരാകുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പം നമുക്ക് ചിരി വരുന്നു, പക്ഷെ അതോടൊപ്പം നമുക്ക് കരച്ചിലാണ് വരേണ്ടതെന്ന് ചിലപ്പോൾ തോന്നും. അതേ അവസരത്തിൽ ഇതൊക്കെ കാരണം ഹിന്ദു കുട്ടികൾക്ക് സുരക്ഷയില്ല, അവരുടെ വർക്ക് പ്ലേസിൽ, അവരുടെ ജോലി സ്ഥലത്ത് അവർക്ക് സുരക്ഷയില്ല. കാരണം അവിടെ മുസ്ലിങ്ങൾ ഉണ്ടാവും, അവർ വശീകരിച്ചേക്കും. വേറെ ചില കഥകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് UP യോഗി ആദിത്യാനന്ദ ഭരണം തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഒരു പ്രദേശത്ത് നന്നായിട്ട് ഹിന്ദു സമൂഹം, മൊത്തത്തിൽ ഇന്ത്യയിൽ ഭൂരിപക്ഷമായ ഹിന്ദു സമുദായം അവിടുത്തെ മുസ്ലിങ്ങളെ പേടിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. ആ കഥ വലിയ തോതിൽ ചില പത്രങ്ങളും ചില ചാനലുകളും ഒക്കെ ഏറ്റുപിടിച്ചിരുന്നു. എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത്, ചിലപ്പോൾ ഈ LKG കുട്ടികളെ പേടിച്ച് എവിടെയെങ്കിലും കോളേജ് കുട്ടികൾ സ്കൂളിലോ കോളേജിലോ പോകാതിരിക്കാറുണ്ടോ? LKG കുട്ടികളെ പേടിച്ച് കോളേജ് കുട്ടികൾ പോകാതിരുന്നാൽ അവസ്ഥ എന്തായിരിക്കും? അതുപോലത്തെ കഥകളാണ് ചിലപ്പോഴൊക്കെ പ്രചരിക്കാറ്. ഈ കഥ വായിച്ചപ്പോഴും പിന്നീട് ചില ട്വിസ്റ്റുകൾ കണ്ടപ്പോഴും ഇത്തരമൊക്കെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ പിന്നെ ലക്ഷ്യം എന്ത് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടും. രാജ്ദീപ് സർദേശായി അദ്ദേഹം ആദ്യം ഈ TCSന്റെ കഥ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ ഷോക്കിംഗ് ആണ്, ഇതിനെക്കുറിച്ച് 0 ടോളറൻസ് പാടുള്ളൂ. ഇതിൽ യഥാർത്ഥത്തിൽ ആരെങ്കിലും കുറ്റവാളികളായിട്ടുണ്ടെങ്കിൽ അവരെ കടുത്ത ശിക്ഷ നടത്തണം. 2 ദിവസം കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു, ഇതിൽ ചില ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നു. ഇതൊരു റിലേഷൻഷിപ്പ് ഗോൺ റോങ് ആണ്. എന്ന് പറഞ്ഞാൽ 2 ആളുകൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം, അവിടെ ഉണ്ടായിരുന്ന ഒരു ഡാനിഷ് ഷേഖും അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ, 23 വയസ്സുകാരിയായ ഒരു ഉദ്യോഗസ്ഥയും തമ്മിലുള്ള അവർ ദീർഘകാലമായിട്ട് പ്രണയത്തിലായിരുന്നു. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തോ സംഭവിച്ചു. ആ സ്ത്രീ ഒരു പരാതി കൊടുത്തു. അങ്ങനെ റിലേഷൻഷിപ്പ് ഗോൺ റോങ് ആണ്. അത് മാത്രമാണ് ഇത്രയും വലിയ സംഭവമായിട്ട്
കൊട്ടിഘോഷിക്കപ്പെടുന്നത് ഇതിൽ യഥാർത്ഥത്തിൽ വലിയ ആഗോള അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ജിഹാദ് ഒന്നും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതാണ് ഇതിൽ ട്വിസ്റ്റ്. ഞാൻ പ്രധാനമായിട്ട് കൗണ്ടർ കറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെബ് മാഗസിനിലുള്ള ഒരു ലേഖനം വെച്ചുകൊണ്ട്, ആ ലേഖനം കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് പ്രസിദ്ധീകരിച്ചത്. ലേഖനം എഴുതിയിരിക്കുന്ന ഒരു രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ലവ് ജിഹാദ് ടു കോർപ്പറേറ്റ് ജിഹാദ്, എ മാനുഫാക്ചർഡ് കേസ് ഉണ്ടാക്കിയ കുക്ക്ഡ് അപ്പോൺ ദ ഈവ് ഓഫ് ബംഗാൾ പോൾസ്. ബംഗാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഹിന്ദുത്വ ശക്തികൾക്ക് സാധാരണ അവർ ചെയ്യാറുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ ഉണ്ടാക്കും, വിഭജനം ഉണ്ടാക്കും. സ്വാഭാവികമായിട്ട് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമം എന്ന നിലക്കാണ് കൗണ്ടർ കറൻസിൽ രാമകൃഷ്ണൻ ഇതിനെ വിലയിരുത്തുന്നത്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പല കുതന്ത്രങ്ങളും ഒക്കെ BJP പയറ്റിയിട്ടുണ്ട്. ഇതിലൊന്നെന്താറായിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും 3000 രൂപ വീതം സൗജന്യമായി കൊടുക്കും എന്നുള്ള ഒരു ഓഫർ നൽകിയിട്ടുണ്ട്. BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും അത് കൊടുക്കാതെയാണോ നിങ്ങൾ ഞങ്ങളുടെ സംസ്ഥാനത്ത് അത് കൊടുക്കുമെന്ന് പറയുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് ചോദിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റൊന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രദേശങ്ങളിൽ വമ്പിച്ചതായിട്ട് SIRന്റെ പേരിൽ വോട്ട് വെട്ടി. പക്ഷെ അത് മാത്രം പോരാ, ഇതിനും പുറമെ ജയിക്കാൻ കൂടുതൽ വർഗീയ ധ്രുവീകരണം നടത്തണമെന്ന നിലക്കാണ് ഈ TCS കോൺട്രവേഴ്സി വിവാദം ആ സമയത്ത് ഉണ്ടാക്കിയത് എന്നാണ് കൗണ്ടർ കറൻസിലെ ലേഖനം പറയുന്നത്. അതിന് പുറമെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അശോക് കരാട്ട് എന്ന് പറയുന്ന ഒരു സെൽഫ് സ്റ്റൈൽഡ് ഗോഡ്മാൻ ഉണ്ട്. എന്നാൽ ദൈവമാണെന്ന് വായിച്ചുകൊണ്ട് ദൈവം ചമയുന്ന നാസിക്കിൽ ഒരാളുണ്ട്. അദ്ദേഹം പല BJP നേതാക്കളുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അമിത്ഷാ അടക്കമുള്ള ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പടം, അദ്ദേഹം കൂടെ ഇരുന്നുകൊണ്ടുള്ള പടം ഒക്കെ പത്രങ്ങളിൽ വന്നതാണ്. ഏതായാലും ഈ അശോക് ഖരാട്ടിനെതിരിൽ വമ്പിച്ച ബലാത്സംഗ ആരോപണങ്ങൾ ചില സ്ത്രീകൾ ഉന്നയിക്കുന്നുണ്ടായി. ഒരു സ്ത്രീ പറഞ്ഞത് അദ്ദേഹം 3 വർഷമായി അവരെ പീഡിപ്പിക്കുന്നുണ്ടെന്നാണ്. ഇദ്ദേഹത്തിന്റെ ബംഗ്ലാവ്, അത് യഥാർത്ഥത്തിൽ നമ്മൾ അപസർപ്പ കഥകൾ കേൾക്കുന്നത് പോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ പുലിത്തോലുകളുണ്ട്, അതുപോലെ തന്നെ റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന സർപ്പങ്ങളുണ്ട്. ഇതിനൊക്കെ ഉപയോഗിച്ച് സ്ത്രീകളെ പീഡിപ്പിച്ച് പലപ്പോഴും ഹിപ്നോട്ടൈസ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എത്രയോ സ്ത്രീകളെ പീഡിപ്പിക്കുകയുണ്ടായി. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ നാസിക്കിൽ നിന്ന് തന്നെ മറ്റൊരു ലവ് ജിഹാദ് കഥ പുറത്തു വന്നാൽ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടേക്ക് തിരിയും എന്നതായിരിക്കും കാരണം എന്നും ചിലർ പറയുന്നുണ്ട്. ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആരോപണ വിധേയമായ നിദ ഖാൻ, അവരുടെ രക്ഷിതാക്കൾ, അവരുടെ പിതാവ് പറഞ്ഞത് ഇതാണ് സംഭവം എന്നാണ്. ഏതായാലും സംഭവം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇതുവരെയുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അത് വിലയിരുത്താനേ പറ്റുള്ളൂ. TCSന്റെ ചെയർമാൻ N. ചന്ദ്രശേഖരൻ അദ്ദേഹം പറഞ്ഞത് ഇത് ഡീപ്ലി ആംഗ്വിഷിംഗ് ആൻഡ് ഗ്രേവ്ലി കൺസേണിങ്. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് വളരെ കൺസേൺഡ് ആവേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ആരതി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സമിതിയെ നിയോഗിച്ചതായി പറഞ്ഞു. അവിടെ തന്നെ ഉണ്ടായിരുന്ന CEO കൃതി വാസൻ പറഞ്ഞത് ഇത്തരത്തിൽ എന്ത് സംഭവിച്ചാലും അവിടെ പ്രത്യേകിച്ച് എംപ്ലോയ്മെന്റ് ഗ്രീവൻസ് സെല്ലുണ്ട്, അവർക്ക് ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. ആ എംപ്ലോയ്മെന്റ് ഗ്രീവൻസ് സെല്ലിന് പരാതി ലഭിക്കാതെ എന്തിന് ഇവർ നേരിട്ട് പോലീസിൽ പോയി എന്നത് പോലും സംശയാസ്പദമാണ്. ഇതിന് പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചിരിക്കുന്ന ഒരാൾ മിലിന്ദ് പരാണ്ഡെ എന്നറിയപ്പെടുന്ന VHPയുടെ നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ കോർപ്പറേറ്റുകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഹിന്ദു സ്ത്രീകൾ സുരക്ഷിതരല്ല, അവരുടെ സുരക്ഷിതത്വം കോർപ്പറേറ്റുകൾ ഉറപ്പുവരുത്തണം, പ്രത്യേകിച്ചും ലവ് ജിഹാദികളിൽ നിന്ന്. കോർപ്പറേറ്റുകൾ ആ ദൗത്യം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ആ ദൗത്യം VHP ഏറ്റെടുക്കേണ്ടി വരും. വളരെ ഭീഷണി സ്വരത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. ഇതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് കൗണ്ടർ കറൻസിലെ ലേഖനം പറയുന്നു. കൗണ്ടർ കറൻസിലെ ലേഖനം പറയുന്നത് ഇന്ത്യയിൽ ഈ സോഫ്റ്റ്വെയർ രംഗത്ത് ഉയർന്ന ജോലികൾ വഹിക്കുന്ന മുസ്ലിങ്ങളുടെ ഇപ്പോഴത്തെ ശതമാനം വെറും 2.67 ആണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ ഏതാണ്ട് 14% അല്ലെങ്കിൽ അതിൽ കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളപ്പോൾ 2.67% മുസ്ലിങ്ങൾ മാത്രമേ ഉയർന്ന തസ്തികകളിൽ ഇത്തരം കമ്പനികളിലുള്ളൂ. പ്രധാനമായിട്ട് ഈ കമ്പനികളിലുള്ളത് ഉത്തരേന്ത്യൻ ബ്രാഹ്മണന്മാർ, കേരളത്തിലെ നായന്മാർ, പിന്നെ റെഡ്ഡികളാണെന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ കൂടുതൽ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കാനുമുള്ള ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം ഇതെന്ന് ആ ലേഖനം വിലയിരുത്തുന്നു. APCR അഥവാ അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് അവർ ഇക്കാര്യമൊക്കെ അന്വേഷിച്ചപ്പോൾ അവരും പറയുന്നത് മതപരിവർത്തനത്തിന് അല്ലെങ്കിൽ ലവ് ജിഹാദിനുള്ള യാതൊരു രൂപത്തിലുള്ള ശ്രമങ്ങൾ അവിടെ നടന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു വാർത്ത വന്നു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ ഭരിക്കുന്ന ആ മുന്നണിയുടെ താല്പര്യമാണ്. ഏതായാലും വാർത്ത വന്ന ഉടനെ തന്നെ ആജിത്തക്ക് ടെലിവിഷനെ പോലുള്ളവരും NDTV ഒക്കെ തന്നെ അത് കാര്യമായി വലിയ തോതിൽ പ്രസിദ്ധീകരിച്ചു. ഇങ്ങനെ എന്ത് സംഭവം നടന്നാലും, പ്രത്യേകിച്ചും ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉണ്ടായാലും ആദ്യം അത് വലിയ തോതിൽ പ്രസിദ്ധീകരിക്കും. പിന്നീട് ആരോപണ വിധേയരായവർ അവർ കുറ്റവിമുക്തരായിട്ടുണ്ടെങ്കിൽ ആരും അത് പ്രസിദ്ധീകരിക്കില്ല. ഇത് സ്ഥിരം പതിവാണ്. NDTV ആവട്ടെ ഇപ്പോൾ അദാനിയുടെ കയ്യിലാണ്. അത് അദാനിയുടെ കയ്യിലായപ്പോൾ NDTV പഴയ ന്യൂഡൽഹി ടെലിവിഷൻ അല്ല, മറിച്ച് നരേന്ദ്ര ദാമോദർ ടെലിവിഷനാണെന്നാണ് ചിലരൊക്കെ പറഞ്ഞത്. ഇതിൽ മുന്നിട്ടിറങ്ങിയ ആള് അശ്വിനി ഉപാധ്യായ എന്ന
സുപ്രീം കോടതി വക്കീലായിരുന്നു. അദ്ദേഹത്തിന് ഇത് സ്ഥിരമായ ഒരു പതിവാണ്. 2021 ജസ്റ്റിസ് രോഹിന്തൻ നരിമാൻ അദ്ദേഹത്തിനെ വളരെയധികം ശാസിച്ചിരുന്നു. കാരണം മതപരിവർത്തനം പൂർണ്ണമായും തടയാൻ വളരെ കർക്കശമായ നിയമങ്ങൾ വേണമെന്നായിരുന്നു അശ്വിനി ഉപാധ്യായ 2021 വാദിച്ചത്. രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമങ്ങൾ തന്നെ അതിന് പര്യാപ്തമാണ്. ഇത്തരം ഹർജികളുമായി മേലിൽ സുപ്രീം കോടതിയിലേക്ക് വന്നാൽ അങ്ങേക്ക് പിഴ ചുമത്തേണ്ടി വരുമെന്നുമാണ് അന്ന് ജസ്റ്റിസ് രോഹിന്തൻ നരിമാൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം വീണ്ടും ഓരോ കേസുമായിട്ട് സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മതപരിവർത്തനം നടത്തി ഹിന്ദുക്കൾ ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷമാവുമോ എന്ന ഒരു ഞരമ്പ് രോഗം ബാധിച്ച ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ അശ്വിനി ഉപാധ്യായ. തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലുള്ള സാക്രഡ് ഹാർട്ട് സ്കൂളിൽ അവിടെ ഒരു 11ാം ക്ലാസ്സുകാരിയായിരുന്ന ലാവണ്യ എന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഉടനെ അദ്ദേഹം പറഞ്ഞു അത് അവളെ ലാവണ്യയെ മതം മാറ്റത്തിന് അവിടുത്തെ കന്യാസ്ത്രീകൾ നിർബന്ധിച്ചു, അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് സാക്രഡ് ഹാർട്ട് സ്കൂളിനും ക്രിസ്ത്യൻ മിഷണറിമാർക്കും ഇതിൽ നടപടിയെടുക്കണം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ചില ക്രിസംഖികളും മറുനാടന്മാരും വേറെ ചില മരങ്ങോടന്മാരും ഒക്കെ മുസ്ലിങ്ങളുടെ ലവ് ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്ക് പെരുമ്പറ മുഴക്കാറുണ്ട്. അവരും ഹിന്ദുത്വ ശക്തികളുടെ കൂടെ കൂടി വേട്ടക്കാരന്റെ കൂടെ കൂടി ഇരയെ വേട്ടയാടുന്നതിൽ വളരെ ജാഗ്രത കാണിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണ്? ഈ അശ്വിനി ഉപാധ്യായ അങ്ങനെ വന്ന് സാക്രഡ് ഹാർട്ട് സ്കൂളിന്റെ ആ സംഭവം അന്വേഷിച്ചപ്പോൾ ലാവണ്യ എന്ന കുട്ടി വീട്ടിൽ വളരെയധികം പീഡനങ്ങൾ നേരിട്ടിരുന്നു. അവരുടെ വീട് ആകെ ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് അവർ പെസ്റ്റിസൈഡ് കഴിക്കാറുണ്ടായത്. മാത്രമല്ല അശ്വിനി ഉപാധ്യായ മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഈ സ്ഥാപനത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലെ മറ്റു ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ അധ്യാപകർ ബോധപൂർവ്വം ഹിന്ദുക്കളെ മർദ്ദിക്കുന്നു, ഹിന്ദു വിദ്യാർത്ഥികളെ അപമാനിക്കുന്നു തെളിവായിട്ട് അദ്ദേഹം ഒരു വീഡിയോ കാണിച്ചു. ഒരു അധ്യാപകൻ സ്ഥാപനത്തിൽ ഒരു വിദ്യാർത്ഥിയെ, പ്രത്യേകിച്ചും ചന്ദന ഒക്കെ തൊട്ട ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നതാണ്. ചിത്രത്തിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാവും വിദ്യാർത്ഥി ഹിന്ദു ആണെന്നും അവിടുത്തെ അധ്യാപകനാണെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ പിന്നീട് അത് പരിശോധിച്ചപ്പോൾ ആ അധ്യാപകന്റെ പേര് സുബ്രഹ്മണ്യൻ എന്നായിരുന്നു. അതുപോലും മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന നിലക്കാണ് നമ്മുടെ അശ്വിനി ഉപാധ്യായ എത്തിയത്. അശ്വിനി ഉപാധ്യായ തന്നെ പിന്നീട് വീണ്ടും പലപ്പോഴും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം 5 വർഷത്തിനിടയ്ക്ക് 50 പിൽ അഥവാ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 2023 അദ്ദേഹം എത്തിയിരുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർബറിക്കായ കിരാതന്മാരായ ആക്രമണകാരികളുടെ പേരിലാണ് നമ്മുടെ നാട്ടിലെ പല നഗരങ്ങളും അറിയപ്പെടുന്നത്, പല നഗരങ്ങളിലെ തെരുവുകളും അറിയപ്പെടുന്നത്. ആ പേരുകളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞു. കിരാതരായ ആക്രമണകാരികൾ ആരാന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്ത്യയിൽ ഒറീസ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒഡീഷ, ബംഗാൾ, ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ടായി ഏറ്റവും ക്രൂരമായ ആക്രമണം നടത്തിയത് നാഗപ്പൂർ ബോൺസ്ലേകളായ ബ്രാഹ്മണന്മാരായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. ബോൺസ്ലേകൾ ബ്രാഹ്മണന്മാരാണെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ, ഒരുപക്ഷെ അവിടുത്തെ ക്ഷത്രിയരായിരിക്കും. ഏതായാലും ആ നാഗപ്പൂരിലുള്ള ആ ബോൺസ്ലേകൾ ആ മറാഠകാലം നടത്തിയ ഈ ബീഹാർ, ഒഡീഷ, ബംഗാൾ നടത്തിയ നരമേധത്തെ പോലൊരു നരമേധം മറ്റു വിദേശ ആക്രമികളൊന്നും നടത്തിയിട്ടില്ല എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. നമ്മുടെ ശിവജി പോലും സൂറത്തിലുള്ള ഹിന്ദു വ്യാപാരികളെ കൊള്ളയടിച്ച കഥയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ തെരുവുകൾക്ക് ചേർക്കാൻ പറ്റുമോ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ചേർക്കാൻ പറ്റുമോ, CST ടെർമിനൽ എന്ന് അഥവാ ഛത്രപതി ശിവജി ടെർമിനൽ എന്നൊക്കെ പേര് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മുസ്ലിം പേരുകളിലെ എല്ലാ നഗരങ്ങളും മറ്റുമൊക്കെ മാറ്റേണ്ടത്. അങ്ങനെ പലപ്പോഴും കോടതി ശാസിച്ച ഒരു വ്യക്തിയാണ് ഈ അശ്വിനി ഉപാധ്യായ. അദ്ദേഹം തന്നെയാണ് TCS കേസുമായിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിലെത്തിയത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ കാറൽ മാർക്സ് പറഞ്ഞിരുന്നല്ലോ, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ചരിത്രം എപ്പോഴും ആവർത്തിക്കുന്നു. അതാദ്യം ദുരന്തമായും പിന്നീട് അത് അപഹാസ്യ നാടകമായിട്ടും ആവർത്തിക്കുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ എല്ലാ പാർശ്വവൽകൃത വിഭാഗങ്ങളും, എല്ലാ അപരവൽകൃത വിഭാഗങ്ങളും ഇത്തരത്തിലുള്ള ഡിമണൈസേഷൻ, പിശാചുവൽക്കരണത്തിന് പലപ്പോഴും ഇരയായതാണ്. ജൂതന്മാരുടെ ചരിത്രം നമുക്കറിയാം. ജൂലിയസ് സ്ട്രൈഷർ എന്ന് പറയുന്ന ജർമ്മൻകാരൻ, അദ്ദേഹം ഉണ്ടാക്കിയ പത്രമായിരുന്നു ഡെർ സ്റ്റേർമർ. ഡെർ സ്റ്റേർമർ എന്ന് പറഞ്ഞാൽ ദ സ്ട്രൈക്കർ എന്നൊക്കെ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ദ സ്റ്റോം ട്രൂപ്പർ എന്നൊക്കെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് ഡെർ സ്റ്റേർമർ. അദ്ദേഹത്തിന്റെ പത്രത്തിൽ എന്തൊക്കെയായിരുന്നു ജൂതന്മാരെ പറ്റി എഴുതിയിരുന്നത്? 2 ജൂതന്മാർ അത് വായിക്കുന്നുണ്ട്. നിങ്ങൾ ജൂതന്മാരെന്തിന് ഇത് വായിക്കുന്നു ചോദിച്ചപ്പോൾ ആ ജൂതന്മാർ പറഞ്ഞ മറുപടി എന്താണ്? ഈ പത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉഷാറാണ്, കാരണം നമ്മൾ അവിടെ പ്രോപ്പർട്ടി വാങ്ങി, നമ്മൾ അവിടെ ജർമ്മൻകാരെ ഉപദ്രവിച്ചു, നമുക്ക് അത്ര കരുത്തുണ്ട്, നമ്മൾ കുഴപ്പമില്ല, നമ്മൾ ജർമ്മൻ യുവതികളെ ബലാത്സംഗം ചെയ്തു, നമ്മളാവട്ടെ ചിറകുടിഞ്ഞ് നിരാലംബരായി കിടക്കുന്ന ഒരു സമുദായമാണ്, നമുക്ക് ഇത്രയൊക്കെ കരുത്തുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഈ വിദ്വേഷ പത്രം വായിക്കണം എന്ന് അവർ പറഞ്ഞ ഒരു ഫലിതമുണ്ട്. ഏതായാലും അന്ന് ഡെർ സ്റ്റേർമർ പത്രത്തിൽ ജൂലിയസ് സ്ട്രൈഷർ എഴുതിയത് എത്രയോ ജൂതന്മാരുടെ ബലാത്സംഗ കഥകളായിരുന്നു. ആ ബലാത്സംഗ കഥകൾക്ക് അദ്ദേഹം ചില കാരണവും പറഞ്ഞിരുന്നു. ജർമ്മൻ സ്ത്രീകൾ പലപ്പോഴും ജൂതന്മാരെ ഇഷ്ടപ്പെടുന്നു, കാരണം ജൂതന്മാർ വളരെ എഫെമിനേറ്റ് ആണ്. എന്നാൽ സ്ത്രീ കണ്ടാൽ സ്ത്രീയാണെന്ന് തോന്നുന്നു. ജർമ്മൻകാർ വളരെ മാച്ചോ ആണ്, കണ്ട വലിയ അതിപൗരുഷത്വമുണ്ട്. അതുകൊണ്ടാണ് ജൂതന്മാരെ ജർമ്മൻ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ കുറേ ജർമ്മൻകാരുടെ പേരുകൾ അദ്ദേഹത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ പ്രസിദ്ധീകരിച്ച ഒരു പേരാണ്
ഏണസ്റ്റ് സെക്കൻഡോർഫ് എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്ന വളരെ വിശഗ്വരനായിരുന്ന ഒരാൾ. മാത്രമല്ല മറ്റൊരു ജൂതൻ, അദ്ദേഹത്തിന്റെ പേര് ഓബർലാൻഡർ എന്നായിരുന്നു. അദ്ദേഹം 800 ജർമ്മൻ കുട്ടികളെ, ആൺകുട്ടികളെ ബലാത്സംഗത്തിനിരയാക്കി, ലൈംഗികമായി ചൂഷണം ചെയ്ത സെക്ഷൽ പെർവേർട്ട് എന്നായിരുന്നു എന്നായിരുന്നു ഈ പത്രത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗത്തിന് പിശാച് വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അവർ സാധാരണ മനുഷ്യരല്ല, ഒരുതരം പിശാചുക്കളാണ്, അവർ പരാന്നഭോജികളാണ്, അവർ രാഷ്ട്രഘാതത്തിന് ഭീഷണിയാണ്, അവർ രാഷ്ട്രത്തിന്റെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാണ് എന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആഖ്യാനം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ കാലത്തും അധീശത്വ വർഗം, പ്രത്യേകിച്ചും റേസിസ്റ്റുകളായ കാസ്റ്റിസ്റ്റുകളായ ആളുകൾ ശ്രമിച്ചതാണ്. സ്റ്റുവർട്ട് ഹാൾ എന്ന വിശ്വവിഖ്യാതനായ കൾച്ചർ തിയറിസ്റ്റ് അദ്ദേഹം പറഞ്ഞിരുന്നു, കറുത്തവരെ കുറിച്ച് പലപ്പോഴും വെളുത്ത ആളുകൾ ഇങ്ങനത്തെ കഥകളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. ഇത്രത്തോളം പറഞ്ഞാൽ അവരുടെ ജനനേന്ദ്രിയങ്ങളൊക്കെ കത്തീഡ്രലുകളുടെ അത്ര വലുപ്പമുണ്ട്. കത്തീഡ്രൽ പറഞ്ഞാൽ ചർച്ചകൾ പോലും അല്ല, അതിനേക്കാൾ വലിയതാണല്ലോ. അത്ര വലുപ്പമുള്ള കത്തീഡ്രലുകളെ പോലുള്ള ജനനേന്ദ്രിയങ്ങളാണ്. അതുകൊണ്ട് എളുപ്പം അവർക്ക് വെളുത്ത സ്ത്രീകളെ വശീകരിക്കാൻ കഴിയുന്നു തുടങ്ങിയ സ്റ്റീരിയോ ടൈപ്പുകൾ ഉൽപ്പാദിപ്പിച്ച്, വാർപ്പ് മാതൃകകൾ ഉൽപ്പാദിപ്പിച്ച് പലപ്പോഴും കറുത്ത വർഗ്ഗക്കാരെ പിശാചുവൽക്കരിക്കുന്ന ഒരു വ്യവഹാരം അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ തിടം പ്രാപിക്കുന്നെന്ന് സ്റ്റുവർട്ട് ഹാൾ എഴുതിയിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ജിഹാദ് കേട്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു കഥയുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും, ആ ഭാര്യ സ്ഥിരമായിട്ട് ഭർത്താവ് എന്നും മദ്യപിക്കും, തല്ലിയതിനു ശേഷം അവർക്ക് ഉറക്കം വരുള്ളൂ എന്നായി അവസാനം. എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഭാര്യ പണിയൊക്കെ നേരത്തെ കഴിച്ചു, എന്നിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എനിക്ക് തരാൻ നിങ്ങൾ തന്നാൽ, നിങ്ങൾ എന്നും തരാനുള്ള തല്ല് ഇങ്ങോട്ട് തരും, എന്നിട്ട് വേണം എനിക്ക് കടന്നുറങ്ങുന്നത്. എന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള എന്തോ ഒരു ജിഹാദിന്റെ കഥ കേൾക്കണം എന്നാണ്. കോട്ടുവായ ഇടുകയാണെങ്കിൽ പോലും അത് കോട്ടുവായ ജിഹാദാവും. മര്യാദയ്ക്ക് ജോലി എഴുതുക, ഒരു ജോലി നേടുക, മത്സര പരീക്ഷകൾ എഴുതി ജോലി നേടുകയാണെങ്കിൽ PSC ജിഹാദോ അല്ലെങ്കിൽ UPSC ജിഹാദോ, എവിടെയെങ്കിലും കുറച്ച് ഭൂമി വാങ്ങാൻ ഭൂമി ജിഹാദോ. മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ഇത് കേട്ട് തയമ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ 2012 അന്ന് കേരളത്തിലൊരു ഷഹൻഷാ, ഒരു മിഥുല, നമ്മുടെ പത്തനംതിട്ടയിൽ ഉണ്ടായ ഒരു സംഭവത്തിലാണ് അന്ന് തന്നെ കോടതി, അന്ന് ജസ്റ്റിസ് നമ്പ്യാർ പറഞ്ഞത് പെറ്റീഷൻസ് ആർ ഡിസ്മിസ്ഡ് ആസ് ഇൻഫ്രക്ഷ്യസ് എന്നായിരുന്നു. ഇത് പ്രയോജനമില്ലാത്ത, വെറുതെ കോടതിയുടെ സമയം ചെലവഴിപ്പിക്കുന്ന അനാവശ്യമായ വ്യവഹാരമാണെന്ന് പറഞ്ഞ് ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും അത് നാട്ടിൽ വളരെയധികം കേരള സ്റ്റോറിയിലൂടെയും മറ്റു സ്റ്റോറികളിലൂടെയും ഒക്കെ നമ്മുടെ പലതിലൂടെയും അത് പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഹിന്ദി പാട്ടുകളും, എച്ച് പോപ്പ് എന്ന് പറഞ്ഞ ഹിന്ദുത്വ ഗ്രൂപ്പിന്റെ പോപ്പ് സംഗീതങ്ങൾ, അതിലടക്കം ഇങ്ങനെ മുസ്ലിങ്ങളെ പിശാച് വലിക്കരിക്കുന്ന ചിത്രീകരണങ്ങൾ ധാരാളമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇത് തുടരുക തന്നെ. പക്ഷേ ഇവിടെ മുസ്ലിം ചെറുപ്പക്കാർ ഒരു കാര്യം ചെയ്യേണ്ടത്, അവർ മുസ്ലിം മേതര അഥവാ ഹിന്ദു മതസ്ഥരായ പെൺകുട്ടികളുടെ കൂടെ, യുവതികളുടെ കൂടെ ഒക്കെ ജോലി ചെയ്യുമ്പോൾ അവർ ആദരവോടും സ്നേഹത്തോടും കൂടി അവരോട് പെരുമാറുക എന്നല്ലാതെ അവർ ദയവായി പ്രണയിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത്. കാരണം ഒരു പ്രണയം തെറ്റിപ്പോയാൽ അതിൻ്റെ പാപഭാരം പേരേണ്ടത് ഒരു സമുദായം മൊത്തത്തിലാണെന്നുള്ളതാണ് അവസ്ഥ. നമ്മെ സംബന്ധിച്ചുള്ള ഹിന്ദുക്കൾ ഏറ്റവും നല്ല മനുഷ്യരുള്ള ഒരു സമുദായമാണ്, ഏറ്റവും മാന്യന്മാരായ, ഏറ്റവും മനോഹരമായ വ്യക്തിത്വമുള്ള മനുഷ്യരുള്ള ഒരു സമുദായമാണ് ഹിന്ദുക്കൾ. അവരിൽ ചില നിരപരാധികളെങ്കിലും ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ വലിയൊരു വിഭാഗം നിരപരാധികൾ, ഒരു പക്ഷേ നിഷ്കളങ്കരായ മനുഷ്യർ പോലും ഇന്ന് ഹിന്ദുത്വത്തിന്റെ ഇത്തരത്തിലുള്ള പ്രചരണത്തിൽ പെട്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ചെറുപ്പക്കാർ ജാഗ്രതരാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ മാറ്റി, അഥവാ ജനസംഖ്യാനുപാതം മാറ്റാൻ വേണ്ടിയാണ് ഹിന്ദു സ്ത്രീകളെ പ്രണയിക്കുന്നതൊക്കെ പറയുന്നത് ആരും വിശ്വസിക്കാൻ സാധ്യതയില്ലാത്തൊരു കഥയാണ്. കാരണം മുസ്ലിം സ്ത്രീകൾ ഇവിടെ ധാരാളമുണ്ട്, വിവാഹ കാത്തിരിക്കുന്ന, വിവാഹഭാഗ്യം സിദ്ധിക്കാത്തൊക്കെ എത്രയോ ആളുകൾ ഉത്തരേന്ത്യയിലും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ ഇവിടെ വെച്ചാൽ ഹിന്ദു സ്ത്രീകൾ കൂടുതൽ ഫെർട്ടൈലൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടാക്കാൻ, കഥകൾ പടച്ചുവിടുന്ന രാക്ഷസ ഭാവനകൾക്ക് ഇടം നൽകാതിരിക്കാൻ മുസ്ലിം ചെറുപ്പക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായിരിക്കും സമുദായത്തിന് നല്ലത്. മാത്രമല്ല ഹിന്ദു കുടുംബങ്ങൾ അവർ നല്ല കുടുംബങ്ങളാണ്. അവരുടെ സ്വസ്ഥതക്കും സമാധാനത്തിനും ഭംഗം വരുത്തുന്നൊന്നും നമ്മൾ ചെയ്തുകൂടാ. നമ്മൾ മദ്രസയിലൊക്കെ തന്നെ പഠിക്കുന്നതാണ്. അന്യ സ്ത്രീകളുമായി അമിതമായി ബന്ധപ്പെട്ട് അനുരാഗമൊക്കെ ഉണ്ടാക്കി അവരുടെ സ്വാസ്ഥ്യം കെടുത്തുന്നൊന്നും മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്ന് ഉണ്ടാവരുത്. അത് ഉണ്ടാവാതിരിക്കാൻ ഉദ്യോഗസ്ഥരായ, പ്രത്യേകിച്ചും പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളായിട്ട് ഇടപഴകുന്ന യുവാക്കൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.